ലെസൺ 2 ഡൽഹി. ഡൽഹിയെ പറ്റി എന്തൊക്കെയാണ് പഠിച്ചത്? 8 യൂണിയൻ ടെറിട്ടറീസിൽ ഒന്നാണ് ഡൽഹി. അതുകൂടാതെ അത് 2 യൂണിയൻ ടെറിട്ടറീസിനാണ് നമുക്ക് എന്തുള്ളത്? ചീഫ് മിനിസ്റ്റർ ഉള്ളത്. അതിലൊന്നാണ് ഡൽഹി. ആൻഡ് ഇറ്റ് ഈസ് ദ നാഷണൽ ക്യാപിറ്റൽ. ഓക്കെ, അത്രയാണ് നമ്മുടെ പ്രീവിയസ് നോളേജ്. ഇനി നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. ഡൽഹിയുടെ ഭൂപ്രകൃതിയും അതിൻ്റെ ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസസും അവിടുത്തെ ജനങ്ങളും ജീവിത രീതികളും ഒക്കെ നമുക്ക് ഈ ലെസണിൽ മനസ്സിലാക്കാം. ഡൽഹി ഈസ് എ ബ്യൂട്ടിഫുൾ സിറ്റി സിറ്റുവേറ്റഡ് along the banks of river യമുന. യമുനയുടെ തീരത്തുള്ള ബ്യൂട്ടിഫുൾ സിറ്റിയാണ് എന്ത്? ഡൽഹി. It has been the capital of many kingdoms and has been built and rebuilt several times. ഇത് ഒരുപാട് രാജവംശത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു, അതായത് ഡൽഹി. ആൻഡ് ഇറ്റ് വാസ് ബിൽറ്റ് ആൻഡ് റീബിൽറ്റ്. ഓരോ രാജാക്കന്മാരും ചക്രവർത്തിമാരും അതിനെ കൂടുതൽ മോഡിഫൈ ചെയ്ത് ആണ് ഇന്ന് കാണുന്ന ഈ ഡൽഹി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേര് അതിനെ പല രീതിയിലുള്ള മിനുക്കുപണികൾ ഡെവലപ്മെൻറ്റ്സ് അതിൽ ചെയ്തിട്ടുണ്ട്. ദ ഒഫീഷ്യൽ നെയിം ഓഫ് ഡൽഹി ഈസ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി. ഡൽഹിയുടെ ഒഫീഷ്യൽ നെയിം, ഔദ്യോഗികമായ പേരെന്താണ്? നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി. അതിൻ്റെ ഷോർട്ട് ഫോമാണ് NCT. The Mughal Emperor Shah Jahan rebuilt the region that is the present Old Delhi and called it Shahjahanabad. ഇപ്പോൾ നിലവിലുള്ള ഓൾഡ് ഡൽഹി റീബിൽറ്റ്, അവസാനമായി ബിൽറ്റ് ചെയ്തതാരാണ്? എംപറർ, ഒരു ചക്രവർത്തി, മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാനാണ്. എന്നിട്ട് അദ്ദേഹം അതിന് കൊടുത്ത പേര് ഷാജഹാനാബാദ് എന്നായിരുന്നു. അപ്പോൾ പ്രസൻറ്റ് ഓൾഡ് സിറ്റി റീബിൽറ്റ് ബൈ ഹൂ? ഷാജഹാൻ, എംപറർ ഷാജഹാൻ. ആൻഡ് ഹി കോൾഡ് ദ നെയിം ബട്ട് ഷാജഹാനാബാദ്. ന്യൂ ഡൽഹി ഈസ് ദ നാഷണൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ നാഷണൽ ക്യാപിറ്റലാണ് എന്ത്? ന്യൂ ഡൽഹി. ദ സിറ്റി വാസ് ബിൽറ്റ് ആസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ബൈ ദ ബ്രിട്ടീഷ്. ഇത് ഇന്ത്യയുടെ ക്യാപിറ്റലായി ബിൽഡ് ചെയ്തത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ഇറ്റ് വാസ് പ്ലാൻഡ് ബൈ ദ ബ്രിട്ടീഷ് ആർക്കിടെക്ട് സർ എഡ്വിൻ ലൂട്ടിയൻസ്. അത് പ്ലാൻ ചെയ്ത് ആ സിറ്റി അങ്ങനെ ഈ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നത് ഒരു ബ്രിട്ടീഷ് ആർക്കിടെക്റ്റായിരുന്ന ആരാണ്? സർ എഡ്വിൻ ലൂട്ടിയൻസ്. Delhi is surrounded by Uttar Pradesh in the east and Haryana on the other 3 sides. ഡൽഹി സറൗണ്ട് ചെയ്യുന്നത് കിഴക്ക് ഭാഗത്ത്, ഈസ്റ്റിൽ എന്താണ്? ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശുമായാണ് ഡൽഹി അതിർത്തി പങ്കിടുന്നത്. ആൻഡ് ഹരിയാന ഓൺ ദ അതർ 3 sides. ബാക്കിയുള്ള 3 sides ഏതൊക്കെയാണ്? ബാക്കി വെസ്റ്റ്, ഈസ്റ്റ്, നോർത്ത്. ഈസ്റ്റ് അല്ല, വെസ്റ്റ്, സൗത്ത്, നോർത്ത്. ഇത് പങ്കിടുന്നത് ഏതാണ്? ഹരിയാന സ്റ്റേറ്റുമായിട്ടാണ്. ഓൾ ദ മെയിൻ ഓഫീസേഴ്സ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആർ ലൊക്കേറ്റഡ് ഇൻ ഡൽഹി. ഡൽഹിയിലാണ് നമ്മുടെ എല്ലാ മെയിൻ ഓഫീസേഴ്സ്, സെൻട്രൽ ഗവൺമെൻറ് ഓഫീസുകളും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ്. ഡൽഹി ഹാസ് വെരി ഹോട്ട് ആൻഡ് ഡ്രൈ സമ്മേഴ്സ് ആൻഡ് വെരി കോൾഡ് വിൻറ്റേഴ്സ്. ഇനി അവിടുത്തെ കാലാവസ്ഥയാണ് പറയുന്നത്. ഡൽഹി ഹാസ് വെരി ഹോട്ട് ആൻഡ് ഡ്രൈ സമ്മേഴ്സ്. സമ്മർ ഭയങ്കര ഹോട്ടായിരിക്കും അവിടെ, അതുപോലെ നല്ല ഡ്രൈ ആയിരിക്കും. ആൻഡ് വെരി കോൾഡ് വിൻറ്റേഴ്സ്. വിൻ്ററും വളരെ കോൾഡാണ്, കാരണം ഹിമാലയത്തിന് അടുത്തെടുക്കുന്ന ഭൂപ്രദേശമാണ് അല്ലേ. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് നല്ല കോൾഡ് വിൻറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ഡൽഹിയിൽ സ്വാഭാവികമായിട്ടും നല്ല കോൾഡാണ്. ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡ്സ് കോൾഡ് ലൂ ബ്ലോ ഇൻ ദ മന്ത് ഓഫ് ഏപ്രിൽ ടു ജൂൺ. അതുപോലെ തന്നെ സമ്മറിൽ ഇവിടെ നല്ല ഉഷ്ണക്കാറ്റ്, വളരെ ശക്തിയായ
ഉഷ്ണക്കാറ്റുകൾ ഉണ്ടാവാറുണ്ട്. ഹോട്ടും ആയിരിക്കും അത്, ഒപ്പം തന്നെ നല്ല ഡ്രൈ ആയ ഉഷ്ണക്കാറ്റുകൾ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ പേരാണ് ലൂ. ഓക്കെ, അത് ഏത് മന്താണ്? ഏപ്രിൽ ടു ജൂണിലാണ് അത് സാധാരണയായി ഉണ്ടാവാറ്. ഇറ്റ് റെയിൻസ് മോസ്റ്റ്ലി ബിറ്റ്വീൻ ജൂലൈ ആൻഡ് സെപ്റ്റംബർ. അതുപോലെ അവിടെ മഴക്കാലം എന്ന് പറയുന്നത് ജൂലൈ ടു സെപ്റ്റംബറാണ്. ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ലീവ്സ് ഇൻ ദ രാഷ്ട്രപതി ഭവൻ. നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റ് താമസിക്കുന്നത് എവിടെയാണ്? രാഷ്ട്രപതി ഭവനിലാണ്. ഇറ്റ് ഹാസ് ബീൻ ദ ബ്യൂട്ടിഫുൾ മുഗൾ ഗാർഡൻസ്. അതിൻ്റെ കൂടെ തന്നെ ബ്യൂട്ടിഫുള്ളായ മുഗൾ ഗാർഡൻസും അതിനോടൊപ്പം സ്ഥിതി ചെയ്യുന്നു. The ministers have their offices in the 2 office blocks of the Central Secretariat. സെൻട്രൽ സെക്രട്ടേറിയറ്റിലുള്ള 2 ഓഫീസ് ബ്ലോക്കുകളിലായാണ് നമ്മുടെ മന്ത്രിമാരുടെ, മിനിസ്റ്റേഴ്സിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ദ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ഈസ് ഇൻ ദ സൗത്ത് ബ്ലോക്ക്. പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സൗത്ത് ബ്ലോക്കിലാണ്. 2 ഓഫീസ് ബ്ലോക്കിൽ സൗത്ത് ബ്ലോക്കിലാണ് പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അതർ മിനിസ്റ്റേഴ്സ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് വർക്ക് ഫ്രം ബിൽഡിങ്സ് അറൗണ്ട് ദ സൗത്ത് ബ്ലോക്ക്. അതർ മിനിസ്റ്റേഴ്സ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ബാക്കിയുള്ള സെൻട്രൽ ഗവൺമെൻറ് ഓഫീസുകൾ, ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ സൗത്ത് ബ്ലോക്കിന്, അതായത് ഈ പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസിന് ചുറ്റുമുള്ള ബിൽഡിങ്ങുകളിലാണ്. The Lok Sabha and Rajya Sabha hold their meetings in the Parliament House. അതുപോലെ ലോക്സഭയുടെയും രാജ്യസഭയുടെയും മീറ്റിംഗ്സ്, ഒഫീഷ്യൽ മീറ്റിംഗ്സ് ഒക്കെ നടക്കുന്നത് എവിടെയാണ്? പാർലമെൻറ്റ് ഹൗസിലാണ്. The governments of other countries also have their offices in Delhi. അതുപോലെ മറ്റ് രാജ്യങ്ങളുടെ ഓഫീസുകൾ നമ്മളിപ്പോൾ ദുബായിലൊക്കെ പോകുമ്പോൾ ഇന്ത്യൻ എംബസി എന്ന് കേൾക്കാറുണ്ട് അല്ലേ? അതുപോലെ തന്നെ അത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ദുബായിലുള്ള ഓഫീസാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തും മറ്റു രാജ്യങ്ങളുടെ എംബസീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ്. ദീസ് ആർ നോൺ ആസ് എംബസീസ് ഓർ ഹൈ കമ്മീഷൻസ്. ഈ ഓഫീസുകളെ പറയുന്ന പേരാണ് എംബസീസ്. മറ്റു രാജ്യങ്ങളുടെ ഓഫീസുകൾ ഓഫീസുകൾക്ക് പറയുന്ന പേരാണ് എംബസീസ് ഓർ ഹൈ കമ്മീഷൻസ്. ടൂറിസ്റ്റ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് വിസിറ്റ് ഡൽഹി. അതുപോലെ ടൂറിസ്റ്റുകളുടെ ഒരു മെയിൻ അട്രാക്റ്റീവ് പ്ലേസാണ്, ഇന്ത്യയിലെ മെയിൻ അട്രാക്റ്റീവ് പ്ലേസാണ് എന്ത്? ഡൽഹി. ദ സിറ്റി ഹാസ് മെനി ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ്. നമുക്ക് ഒരുപാട് ചരിത്ര സ്മാരകങ്ങൾ എവിടെയുണ്ട്? ഡൽഹിയിലുണ്ട്. ദ റെഡ് ഫോർട്ട് ആൻഡ് ദ ജമാ മസ്ജിദ് വേർ ബിൽറ്റ് ബൈ ഷാജഹാൻ. നമ്മൾ പറഞ്ഞു ഓൾഡ് ഡൽഹി ബിൽറ്റ് ചെയ്തത് ഷാജഹാനാണെന്നല്ലേ? വളരെ പ്രസിദ്ധനായൊരു ചക്രവർത്തിയായിരുന്നു ആര്? ഈ ഷാജഹാനാണ് റെഡ് ഫോർട്ടും അതുപോലെ ജമാ മസ്ജിദും ഒക്കെ ബിൽഡ് ചെയ്തത് ആരാണ്? ഈ ചക്രവർത്തിയായ ഷാജഹാൻ തന്നെയാണ്. എവറി ഇയർ ഓൺ 15th August, the Prime Minister of India hoists the national flag at the Red Fort. എല്ലാ വർഷവും August 15th നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഈ റെഡ് ഫോർട്ടിലാണ്. The Jantar Mantar is an observatory which was used to study the sun, the moon, the planets and the stars. അതുപോലെ ജന്തർ മന്തർ എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട് നമുക്ക്, ജന്തർ മന്തർ. ഇതാണത്, കണ്ടില്ലേ? ഇതൊരു ഒബ്സർവേറ്ററിയാണ്. അതായത് നിരീക്ഷണം. എന്തിനെ പറ്റി? സ്റ്റഡി ദ സൺ, മൂൺ ആൻഡ് ദ പ്ലാനറ്റ്സ് ആൻഡ് ദ സ്റ്റാർസ്. സ്റ്റാർസിനെയും ഇതൊക്കെ നിരീക്ഷിക്കുന്ന, അതിനെപ്പറ്റി പഠിക്കുന്ന ഒരു സ്ഥലമാണത്. എന്ത്? ജന്തർ മന്തർ. ഇറ്റ് വാസ് ബിൽറ്റ് ബൈ മഹാരാജ സവായ് ജയ് സിംഗ് സെക്കൻഡ്. ഈ ജന്തർ മന്തർ
ബിൽറ്റ് ചെയ്തിരിക്കുന്നത് ആരാണ്? മഹാരാജ സവായ് ജയസിംഗ് ടു. ഓക്കെ. ദ കുത്തബ് മിനാർ വാസ് ബിൽറ്റ് ബൈ കുത്തബ്ദീൻ ഐബക്ക്. അതുപോലെ കുത്തബ് മിനാർ എന്ന് പറയുന്ന വളരെ ഉയരം കൂടിയ ഒരു ബിൽഡിംഗ് ആണ്. അത് നിർമ്മിച്ചിരിക്കുന്നത് ആരാണ്? കുത്തബ്ദീൻ ഐബക്ക്. കുത്തബ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയാണ് ഈ കുത്തബ് മിനാർ നിർമ്മിച്ചിരിക്കുന്നത്. അതർ ഇൻട്രസ്റ്റിംഗ് പ്ലേസസ് ഓഫ് വിസിറ്റ് ഇൻ ഡൽഹി ആർ ഹുമയൂൺസ് ടോംബ്. ഹുമയൂൺസ് ടോംബ് വേറെ ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസസ് ആണ് ഹുമയൂൺസ് ടോംബ്. അതുപോലെ ലോധി ഗാർഡൻസ്, ലോധി ഗാർഡൻസ്, ഇന്ത്യ ഗേറ്റ്, പിന്നെ രാജ്ഘട്ട്, അമർ ജവാൻ ജ്യോതി, ശാന്തിവൻ, നെഹ്റു പ്ലാനറ്റോറിയം, ശങ്കേഴ്സ് ഇൻ്റർനാഷണൽ ഡോൾസ് മ്യൂസിയം ആൻഡ് ദില്ലി ഹട്ട്. ഇതൊക്കെയാണ് വേറെ ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസസ്. ഏതൊക്കെയാണ്? ഹുമയൂൺസ് ടോംബ്, ലോധി ഗാർഡൻസ്, ഇന്ത്യ ഗേറ്റ്, രാജ്ഘട്ട്, അമർ ജവാൻ ജ്യോതി, ശാന്തിവൻ, നെഹ്റു പ്ലാനറ്റോറിയം, ശങ്കേഴ്സ് ഇൻ്റർനാഷണൽ ഡോൾസ് മ്യൂസിയം ആൻഡ് ദില്ലി ഹട്ട്. ദ രാജ്ഘട്ട് ഈസ് ദ മെമ്മോറിയൽ ഓഫ് മഹാത്മാഗാന്ധി. ഗാന്ധിജിയുടെ സ്മാരക പ്ലേസാണത്. അദ്ദേഹത്തിൻ്റെ ഫ്യൂണറലൊക്കെ നടന്ന പ്ലേസാണ് അത്. നമ്മൾ സമാധി സ്ഥലമാണ് രാജ്ഘട്ട് എന്ന് പറയുന്നത്. ദ അമർ ജവാൻ ജ്യോതി ഈസ് എ ഫ്ലെയിം ലിറ്റ് അറ്റ് ദ ഇന്ത്യ ഗേറ്റ്. അതുപോലെ ഇന്ത്യ ഗേറ്റിനടുത്താണ് എന്ത്? അമർ ജവാൻ ജ്യോതി. അതൊരു ദീപശിഖയാണ്. ദീപം എപ്പോഴും ഇങ്ങനെ ദീപം അവിടെ കത്തിക്കൊണ്ടിരിക്കും. ഇത് കണ്ടില്ലേ? ഇതാണ് എന്ത്? അമർ ജവാൻ ജ്യോതി. ഇവിടെ എപ്പോഴും ദീപം ഇങ്ങനെ ഇത് കിടാവിളക്കായി ഇവിടെ നിലകൊള്ളുന്നു. എന്തിനാ അങ്ങനെ വെച്ചേക്കുന്നത്? ഇറ്റ് ബേൺസ് കണ്ടിന്യൂസ്ലി ഇൻ മെമ്മറി ഓഫ് ഇന്ത്യൻ സോൾജിയേഴ്സ് ഹു സാക്രിഫൈസ്ഡ് ദെയർ ലീവ്സ് ഫോർ അവർ കൺട്രി. അപ്പോൾ അതെന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി രക്തം ചീന്തിയ സോൾജിയേഴ്സിൻ്റെ മെമ്മറിയാണ്. നമ്മൾ എന്നും നിങ്ങൾ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു എന്നുള്ളതിനൊരു തെളിവായിട്ടാണ് എന്ത്? ഈ അമർ ജവാൻ ജ്യോതി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബേൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡൽഹി ഹാസ് സം ഓഫ് ഇന്ത്യാസ് മോഡേൺ റോഡ്സ്, ബ്രിഡ്ജസ്, ഫ്ലൈ ഓവേഴ്സ് ആൻഡ് സ്പോർട്സ് സ്റ്റേഡിയംസ്. അതുപോലെ തന്നെ ഡൽഹിയിൽ ഒരുപാട് മോഡേണായ റോഡുകളും പിന്നെയോ ബ്രിഡ്ജസ്, ഫ്ലൈ ഓവേഴ്സ്, സ്പോർട്സ് സ്റ്റേഡിയംസ് ഒക്കെ എവിടെയുണ്ട്? ഡൽഹിയിലുണ്ട്. ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ സിറ്റി ആർ വെൽ കണക്റ്റഡ് ബൈ പബ്ലിക് ട്രാൻസ്പോർട്ട്. അപ്പോൾ എല്ലാ മുക്കിലും മൂലയിലേക്കും, ഡൽഹിയുടെ എല്ലാ മുക്കിലേക്കും മൂലയിലേക്കും എന്തുണ്ട്? നല്ല ഡെവലപ്ഡായ റോഡ്സും റോഡ് കണക്റ്റഡ് ആണ്. അതിലൂടെയൊക്കെ നല്ല ഡെവലപ്ഡ് ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ്. ദ മെട്രോ റെയിൽ ഈസ് എ ഫാസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. അതുപോലെ മെട്രോ റെയിൽ ആണ് അവിടുത്തെ ഏറ്റവും ഫാസ്റ്റായ ട്രാൻസ്പോർട്ടേഷൻ. ഇറ്റ് ഹാസ് മെയ്ഡ് ട്രാവൽ ഈസി ആൻഡ് കംഫർട്ടബിൾ. അപ്പോൾ മെട്രോ റെയിലിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഭയങ്കര ഫാസ്റ്റാണ്. അതുപോലെ നമുക്ക് യാത്രയുടെ ക്ഷീണമൊന്നും അനുഭവപ്പെടാത്ത നല്ല കംഫർട്ടുമാണ് അല്ലേ? അതാണ് മെട്രോ റെയിൽ ആളുകൾ ചൂസ് ചെയ്യാൻ ഒരു റീസൺ അല്ലേ? പെട്ടെന്ന് എത്തുകയും ചെയ്യും, നമുക്ക് ട്രാവൽ ചെയ്ത ക്ഷീണം തോന്നുകയില്ല അല്ലേ? ഓർഡിനറി ട്രെയിനിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കുടുങ്ങി ബഹളവും ഒക്കെ ആയിട്ട് നമ്മൾ ടയേർഡാവും അല്ലേ? അപ്പോൾ അതില്ലാതെ വളരെ കംഫർട്ടായി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മെട്രോ റെയിൽ അല്ലേ? നമ്മുടെ കേരളത്തിലും ഉണ്ടല്ലേ മെട്രോ റെയിൽ. എവിടെയാണുള്ളത്? എറണാകുളം ജില്ലയിൽ അല്ലേ? എറണാകുളം ജില്ലയിൽ മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ അല്ലേ? There are many places of worship for all religions in Delhi. അതുപോലെ ഒരുപാട് വേർഷിപ്പ് പ്ലേസുകളും എവിടെയുണ്ട്? ഡൽഹിയിലുണ്ട്. അതും എല്ലാ ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും വേർഷിപ്പ് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഡൽഹിയിൽ
ഉണ്ട്. സം ഓഫ് ദീസ് ആർ ദ ലോട്ടസ് ടെമ്പിൾ, ഗുരുദ്വാര ബംഗ്ല സാഹിബ്, ബിർള മന്ദിർ, ജമാ മസ്ജിദ്, സെൻറ്റ് ജെയിംസ് ചർച്ച് ആൻഡ് അക്ഷർധാം ടെമ്പിൾ. ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാന ആരാധനാലയങ്ങൾ. ഏതൊക്കെയാണ്? ലോട്ടസ് ടെമ്പിൾ. ലോട്ടസ് ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ലോട്ടസിൻ്റെ ആകൃതിയിലുള്ള ഒരു ടെമ്പിളാണത്. ഒരു ലോട്ടസ് വിരിഞ്ഞു നിൽക്കുന്ന പോലെ ആ സ്ട്രക്ചറിൽ ഒരു ടെമ്പിൾ. അതുപോലെ ഗുരുദ്വാര ബംഗ്ല സാഹിബ്, ബിർള മന്ദിർ, ജമാ മസ്ജിദ്, സെൻറ്റ് ജെയിംസ് ചർച്ച് ആൻഡ് അക്ഷർധാം ടെമ്പിൾ. ഇതൊക്കെയാണ് അവിടുത്തെ മെയിനായ ആരാധനാലയങ്ങൾ. ഓൾ മേജർ ഇന്ത്യൻ ഫെസ്റ്റിവൽസ് സച്ച് ആസ് ദിവാലി, ദസറ, ദുർഗാ പൂജ, ഹോളി, ഈദ്, ക്രിസ്മസ്, ഈസ്റ്റർ, ബുദ്ധ പൂർണിമ, മഹാവീർ ജയന്തി, പൊങ്കൽ, ഗുരുപൂരബ്, ഓണം ആൻഡ് നവറോസ് ആർ സെലിബ്രേറ്റഡ് ഇൻ ഡൽഹി. അപ്പോൾ എല്ലാ ആഘോഷങ്ങളും ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സ്റ്റേറ്റിലെ ആഘോഷങ്ങളും അവിടെ ആഘോഷിക്കപ്പെടുന്നുണ്ട്. എവിടെ? ഡൽഹിയിൽ. ലൈക്ക് മോസ്റ്റ് ഇന്ത്യൻസ് ലിവിങ് ഇൻ അതർ ടൗൺസ് ആൻഡ് സിറ്റീസ്, മെൻ വെയർ ട്രൗസേഴ്സ് ആൻഡ് ഷർട്ട്സ്. അതുപോലെ അവിടുത്തെ ജനങ്ങളുടെ വസ്ത്രധാരണ രീതി എന്ന് പറയുന്നത് എല്ലാ മോഡേൺ സിറ്റിയിലും ഉള്ള പോലെ തന്നെ ജെൻസിൻ്റെ മെയിനായ വസ്ത്രധാരണം എന്താണ്? ട്രൗസേഴ്സ് ആൻഡ് ഷർട്ട്സ് ആണ്. ദേ ഓൾസോ വെയർ കുർത്ത, പൈജാമ ആൻഡ് അതർ ട്രഡീഷണൽ ക്ലോത്ത്സ്. അതുപോലെ അവർ ട്രഡീഷണൽ ക്ലോത്തുകളായ കുർത്ത, പൈജാമയും അതുപോലെ മറ്റുള്ള ഡ്രസ്സുകളും അവർ ധരിക്കുന്നു. വുമൺ വെയർ സാരീസ്, സൽവാർ കമ്മീസ്, ജീൻസ്, സ്കേർട്സ് ആൻഡ് അതർ ഡ്രസ്സസ്. വിമണിൻ്റെ മെയിൻ ഡ്രസ്സസ് എന്തൊക്കെയാണ്? സാരി, സൽവാർ കമ്മീസ്, ജീൻസ്, സ്കേർട്സ് ആൻഡ് അതർ ഡ്രസ്സസ്. ഇൻ ഡൽഹി യു ക്യാൻ മീറ്റ് പീപ്പിൾ ഫ്രം ഓൾ പാർട്സ് ഓഫ് ദ കൺട്രി. അതുപോലെ തന്നെ ഇവിടെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുമുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയും. എല്ലാ സ്റ്റേറ്റുകളിലുമുള്ള ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ദേ ലീവ് ആൻഡ് വർക്ക് ഹിയർ. അവർ അവിടെ താമസിച്ച് ജോലി ചെയ്യുന്നവരാണ്. ദേ സ്പീക്ക് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആൻഡ് സെലിബ്രേറ്റ് ഡിഫറെൻറ്റ് ഫെസ്റ്റിവൽസ്. അവർ സംസാരിക്കുന്ന ഭാഷ അവരുടെ ഭാഷയും അതുപോലെ തന്നെ അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന അവരുടെ ഫെസ്റ്റിവൽസും സെലിബ്രേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഡൽഹിയിൽ ഓൾമോസ്റ്റ് ഓൾ ഫെസ്റ്റിവൽസ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. കാരണം ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലുള്ള ആളുകൾ ഒരുമിച്ച് അവിടെ ജീവിക്കുന്നു, വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഡിഫറെൻറ്റ് കൾച്ചർ അവിടെ ആഘോഷിക്കപ്പെടുന്നതിന് പ്രധാന കാരണം ഇത് തന്നെയാണ്. ഇതാണ് നിങ്ങൾക്ക് ഡൽഹിയെക്കുറിച്ചുള്ള ഒരു ലഘു വിവരണം.